വി കെ ശ്രീരാമൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. വി കെ ശ്രീരാമനെ അറിയാലോ അല്ലേ? ഇദ്ദേഹമാണ്. അപ്പോൾ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. പുരുഷന്മാർക്ക് മാറും വയറും വളരുന്നത് രൂപവൈകൃതമാണ്. ആ വൈകൃതത്തെ കലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നത് ആഭാസവും. ലോകത്തൊരിടത്തും കണ്ടാൽ ഓക്കാനും വരുന്ന ഇത്തരം ഒരു കലാവൈകൃതം ഉണ്ടാവില്ല. ഇത് ഭാരതീയ കലയാണെന്നും നാട്യശാസ്ത്രത്തിൽ ശാർദൂല വിക്രീഡിതം എന്ന ഈ കുംഭകുലുക്കി കളിയെപ്പറ്റി പരാമർശമുണ്ടെന്നുമാണ് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത്. അതാണ് ഒരു ആശ്വാസം. ഇതാണ് പോസ്റ്റ്. അപ്പോൾ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പരിധി വരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ആരും ദേഷ്യം പിടിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടൊന്നും കേൾക്കാൻ ശ്രമിക്കുക. അതായത് ഇതിനകത്ത് ഈ ബോഡി ഷേമിങ്ങും കാര്യങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട്. അതൊക്കെ അംഗീകരിക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഓക്കാനം വരുന്നു, കലാവൈകൃതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പുലികളിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇത് 90കളിലെ ഒരു പുലികളിയാണ്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അതിൽ വയറും കാര്യങ്ങളും ഒന്നുമില്ല. അത് ശരിയാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ കൂടെ വേറുള്ള ആൾക്കാരൊക്കെ കുറവായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ടത്തെ ഈ പുലികളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുലിയുടെ വേഷം കെട്ടി വന്ന ആൾക്കാരൊക്കെ ഒരുപാട് ചാടുകയും കുത്തിമറിയുകയും തലയും കുത്തിമറിയുകയും അതുപോലെ ഒരുപാട് അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്ന പുലികളായിരുന്നു അന്നെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എപ്പോൾ മുതലാണ് ഇങ്ങനെ മാറിയെന്ന് അറിയത്തില്ല. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബോഡി ഷേമിങ് നടത്തിയെന്ന് പറഞ്ഞൊരു ആരോപണം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതെങ്ങനെ അല്ലാത്ത രീതി പറഞ്ഞൊപ്പിക്കാമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പറയുകയാണ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുലി ആകണം എന്നുണ്ടെങ്കിൽ വയറുള്ളവർക്കേ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണല്ലോ ഇതിനകത്തൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു പരിധി വരെ ശരിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ വയറ് കുറഞ്ഞ ആൾക്കാരെയും മെലിഞ്ഞ ആൾക്കാരെയും ഒന്നും പുലികളായിട്ട് ഇപ്പോൾ കാണാറുണ്ടോ? പിന്നെ മഹാബലി തമ്പുരാനെ ആണെങ്കിൽ ഒരു വയറ് ചാടിയ വ്യക്തിയായിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ശരിക്കും അദ്ദേഹം അങ്ങനെയായിരുന്നോ? വയറ് ചാടിയ വ്യക്തികളാണ് കൂടുതലും മഹാബലി തമ്പുരാനായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന മഹാബലി തമ്പുരാന്റെ ചിത്രം ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചതാണ്. ശരിക്കും ഈ ഒരു രൂപം ആയിരിക്കാനല്ലേ സാധ്യത കൂടുതൽ. കാരണം അദ്ദേഹം ഒരു രാജാവായിരുന്നു. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ അഭ്യാസി ആയിരിക്കുമല്ലോ, കളരിപ്പയറ്റും അങ്ങനെയുള്ള അഭ്യാസ മുറകളൊക്കെ പഠിച്ച ഒരാളായിരിക്കുമല്ലോ ഈ രാജാവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു രൂപം ആയിരിക്കാനല്ലേ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ വി കെ ശ്രീരാമൻ എഴുതിയ പോസ്റ്റിൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഓവറായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിധിവരെ സത്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.